പ്രിയപ്പെട്ടവരെ, പേരൻറ്റിങ്ങിൻ്റെ ഒരുപാട് വീഡിയോകളും ഒരുപാട് അറിവുകളും സോഷ്യൽ മീഡിയയിലുണ്ട്. അതിലൊരു ചെറിയ അറിവ് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കുട്ടിയെ വളർത്തി ഒരു ഉത്തമ പൗരനാക്കി മാറ്റുക, പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും, അത് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മാത്രം കടമയോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ മാത്രം ഉത്തരവാദിത്വമോ അല്ല, മറിച്ച് ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഒരു കുട്ടിയെ വളർത്തി വലുതാക്കിയെടുക്കുക എന്നുള്ളത്. അതിനൊക്കെ ഉതകുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം നമുക്കുണ്ടായിരുന്നു. കൂട്ടുകുടുംബങ്ങളും സാമൂഹിക വ്യവസ്ഥകളും അതിനെ സഹായിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ കാലത്ത് അണുകുടുംബങ്ങളും വളരെയേറെ ചുരുങ്ങിപ്പോയ ഒരു ജീവിത സാഹചര്യത്തിൽ അച്ഛനും അമ്മയും ഒഴികെ മറ്റാരും തന്നെ കുട്ടിയെ പരിചരിക്കാനോ കാണാനോ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് തന്നെ കുട്ടികൾ ചെറുപ്പങ്ങളിലേ പഠിച്ചു വരേണ്ട പല ക്വാളിറ്റികളും പല ഗുണങ്ങളും അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം, കാണാനുള്ള സാഹചര്യം ഇല്ലാത്ത ഒരവസ്ഥയിലാണ് കുഞ്ഞുങ്ങൾ ഇന്ന് വളർന്നു വരുന്നത്. മിക്കവാറും അച്ഛനും അമ്മയും ജോലിക്ക് പോകും. അവരെ കൃഷികളിലോ അല്ലെങ്കിൽ ഡേ കെയർ സെൻ്ററുകളിലോ നഴ്സറികളിലോ ഒക്കെ വളരെ നേരത്തെ കൊണ്ടുപോയി ആക്കേണ്ട ഒരവസ്ഥ വരുന്നു. അങ്ങനെ വരുമ്പോൾ മിക്കവാറും അവിടെയുള്ള ആൾക്കാരുടെ ക്വാളിറ്റി അനുസരിച്ചായിരിക്കും അവരുടെ വ്യക്തിത്വവും രൂപപ്പെടുന്നത്. മാത്രവുമല്ല, നമ്മുടെ സമൂഹത്തിലുള്ള വാർദ്ധക്യം എത്തിച്ചേർന്നിരിക്കുന്ന ഗ്രാൻഡ് പേരൻസ്, മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും, അവരും അതിനുള്ള പക്വത നേടിയവരാവണം എന്നില്ല. കാരണം ഒരു പക്വത നേടിയ വ്യക്തിയുടെ ഉത്തമ ലക്ഷണം എന്ന് പറഞ്ഞാൽ ദേഷ്യം ഇല്ലാതിരിക്കുക. എപ്പോഴും വളരെ ക്ഷമയോടുകൂടി മാത്രമേ കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ. കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ദോഷം ചെയ്യുന്ന ഒരു വികാരമാണ് ക്രോധം. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഒരിക്കലും ക്രോധം പ്രകടിപ്പിക്കാൻ പാടില്ല. ക്ഷമയുള്ള ഒരു മുത്തശ്ശനും മുത്തശ്ശിയും ഉള്ള ഒരു വീട്ടിൽ അച്ഛനും അമ്മയും, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ജോലിയുടെ ടെൻഷൻ ഉണ്ടാവാം, മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങൾ കാണാം. അങ്ങനെ അതിലൊക്കെ ടെൻഷൻ ഉള്ള അച്ഛനും അമ്മയും ചിലപ്പോൾ ക്രോധിതരാകാം. ആ സമയങ്ങളിൽ കുഞ്ഞുങ്ങളുടെ അഭയകേന്ദ്രമാണ് ക്ഷമയുള്ള മുത്തശ്ശനും മുത്തശ്ശിയും, അതുപോലെ മുതിർന്ന ആൾക്കാർ. ഈ ഒരു സാഹചര്യം ഇന്നത്തെ അണുകുടുംബങ്ങളിൽ ലഭ്യമാണോ നമ്മൾ ചിന്തിക്കണം. അങ്ങനെ സമൂഹത്തിൽ വാർദ്ധക്യം 50 പിന്നിട്ട വ്യക്തികളുടെ ഉത്തരവാദിത്വമാണ് ഒരു ഇളം തലമുറയെ നല്ല രീതിയിൽ പോളിഷ് ചെയ്തെടുക്കുക എന്നുള്ളത്. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ബോധപൂർവം ഒരുക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ പക്വതയുള്ള വ്യക്തിത്വങ്ങളുടെ കയ്യിൽ ചെന്നു ചേരുന്ന കുഞ്ഞുങ്ങൾ മാത്രമേ പക്വതയുള്ള വ്യക്തികളായിട്ട് നാളെ ഈ സമൂഹത്തിന് ഉപകാരപ്പെടുകയുള്ളൂ. ഇത് വളരെയേറെ ചിന്തനീയമായ ഒരു വിഷയമാണ്. ഇതിൽ ചെറുപ്പക്കാരായ അച്ഛനമ്മമാർ ഇത് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തുക എന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും സാഹചര്യങ്ങളും കൊടുക്കുക എന്നുള്ളത് മാത്രമല്ല, അവർക്ക് സ്നേഹവും കരുതലും അതോടൊപ്പം നല്ല ഗുണങ്ങളും അവർക്ക് ചെറുപ്പത്തിലെ തന്നെ ഒരു 6 വയസ്സിനുള്ളിൽ ഇതെല്ലാം രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കും. അതിനുശേഷം അവർ ഒരിക്കലും വഴിപിഴച്ചു പോവില്ല. അപ്പോൾ അതാണ് നമ്മുടെ ഇളം പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന അച്ഛനമ്മമാർ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. താങ്ക് യു.